ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഫിച്ചസ് കോക്ടൈൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തേത് ഒരു അടിപൊളി ചിക്കൻ കറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വേഗം തന്നെ നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പോൾ ഈ ചിക്കൻ കറി ഉണ്ടാക്കിയെടുക്കുന്നത് കുക്കറിലാണ്. ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചെടുക്കുന്നത്. ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് 2 മീഡിയം സൈസ് സവാളയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ നീളത്ത് കട്ട് ചെയ്തതാണ്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളൊക്കെ നന്നായിട്ട് തന്നെ വഴണ്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൊടികളായിട്ട് ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും പൊടികളാണ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ മല്ലിപ്പൊടിയാണ് ഞാൻ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ മസാലയുടെ പച്ചക്കൊത്തൊക്കെ ഒന്ന് പോകുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. ഈ ഉരുളക്കിഴങ്ങും ചിക്കനും എല്ലാം മസാലയിൽ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടണം കേട്ടോ. ഇനി നമുക്കിതിലോട്ട് ഒരു 2 ചെറിയ തക്കാളി എടുത്തിട്ടുള്ളത്, അത് അരിഞ്ഞതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിതിൻ്റെ മുന്നേ ഒരു മോർണിംഗ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഈ റെസിപ്പി കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അതിൽ പറഞ്ഞിട്ടില്ല. അതാണ് ഞാൻ പിന്നൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളം, ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കൊരു 2 വിസിൽ അടുപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോഴേക്കും ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ ചാനലിൽ ഞാൻ കുറേ റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ കണ്ടു നോക്കിയിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ആവശ്യം. ഇനി നമുക്ക് ഇതിലോട്ടുള്ള ഒരു അരപ്പ് തയ്യാറാക്കാം. കുക്കറൊക്കെ വിസിൽ വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ടുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 1/2 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ജീരകം, വലിയ ജീരകമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് പിന്നെ ഞാനൊരു 5-8 കാഷ്യൂസും അതുപോലെ തന്നെ നമ്മളുടെ വെള്ള കസ്കസ് ഉണ്ടല്ലോ, അതും കൂടി ഇങ്ങനെ വെള്ളത്തിലൊന്ന് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 5 മിനിറ്റ് ഒന്ന് കുതിർത്തെടുത്താൽ മതി. അതും ഇതിലോട്ട് ഇട്ടെടുത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ കസ്കസൊക്കെ ചേർക്കുമ്പോൾ നമ്മളെ കറിക്ക് നല്ല കട്ടിയും കിട്ടും, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. കാഷ്യൂസും കസ്കസൊക്കെ തേങ്ങയുടെ കൂട്ടത്തിൽ അരയ്ക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ കണ്ടോ, നമ്മളുടെ ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പുണ്ടല്ലോ, അത് ഈ കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഈ അരപ്പ് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം കേട്ടോ. നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. നമുക്ക് കുറച്ചും കൂടി വെള്ളം മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ചിട്ട് അതും കൂടി ഒന്ന് ഒഴിച്ചെടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ഒരു തിള വരണം കേട്ടോ. ആ തിള വരുന്നവരെ നമുക്കത് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പ് കുറവുള്ള പോലെ തോന്നിയിട്ടുണ്ട്. നമ്മളുടെ അരപ്പൊക്കെ ചേർക്കുമ്പോൾ ഉപ്പ് കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളയ്ക്കണം. ഞാനിത് പത്തിരിയുടെ കൂടെയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. പത്തിരിയുടെ പൊറാട്ടയും ഒക്കെ കൂടെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ കണ്ട നമ്മളെ കറിയൊക്കെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലോട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചെടുക്കുന്നത്. എന്നിട്ട് അതിലോട്ട് ഒരു 5-6 ചുവന്നുള്ളി ചെറുതാക്കി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ താളിപ്പാണ് കേട്ടോ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. ഈ താളിപ്പും കൂടി കണ്ട് ഒഴിക്കുമ്പോഴാണ് ആ കറിക്ക് നല്ലൊരു ടേസ്റ്റ് വരിക. അപ്പോൾ ഞാനൊരു 5-6 ചുവന്നുള്ളി അരിഞ്ഞത് ചേർത്തിട്ട് ഒന്ന് ബ്രൗൺ കളറാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ടോ, നമ്മുടെ ഉള്ളിയൊക്കെ ഇവിടെ നന്നായിട്ട് തന്നെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ താളിപ്പ് നമ്മളുടെ കറിയിലോട്ട് ഒഴിച്ചെടുക്കാം കേട്ടോ. നമ്മൾ ഉള്ളി വഴറ്റി വെച്ചതാണ്, എന്നാലും ഇത് താളിച്ചെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ഒരു ചിക്കൻ കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ വരുന്നേരം താങ്ക്സ് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. ടേക്ക് കെയർ.